നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ SNDP NSS സാമുദായിക ഐക്യത്തിന് കളമൊരുങ്ങുന്നു. നിർണായക SNDP നേതൃയോഗം ബുധനാഴ്ച ആലപ്പുഴയിൽ ചേരും. NSSുമായി ചർച്ച നടത്തുമെന്നാണ് സൂചന. സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് UDF ക്യാമ്പ്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും UDF ക്യാമ്പിൽ സജീവമാണ്. സജോ ദേവസ്യ, TV പ്രസാദ് എന്നിവർ ചേരുന്നു. ആദ്യം സജോയിലേക്ക്. സജോ, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എന്താണ് പുതിയ നീക്കം? സാമുദായിക സംഘടനകൾ സമ്മർദ്ദവുമായി എത്തുകയാണോ? വെള്ളാപ്പള്ളി നടേശന് പിന്തുണച്ചുകൊണ്ടുള്ളൊരു നീക്കം ഇന്നലെ NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്താണ് വിലയിരുത്തേണ്ടത്? SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന, കടുത്ത ഭാഷയിലുള്ള പ്രതിപക്ഷ നേതാവിനെതിരായ വിമർശനം, അതിന് പിന്നാലെ ഒരു സാമുദായിക ഐക്യ നീക്കം എന്ന വെളിപ്പെടുത്തൽ. തുടർന്നാണ് NSSന്റെ ജനറൽ സെക്രട്ടറിയും അത് തള്ളാതെ അദ്ദേഹത്തിന് പിന്തുണ മറ്റു വിഷയങ്ങളിൽ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നത്. അതായത് തിരഞ്ഞെടുപ്പ് ഘട്ടമാണ്. സ്വാഭാവികമായും സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഈ കാലത്ത് ഏറ്റവും പ്രധാനമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം വളരെ സജീവമായി പുരോഗമിക്കുന്നതിനിടെ ഇങ്ങനെ ഒരു സാമുദായിക ഐക്യ നീക്കമുണ്ട് എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുകയാണ്. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിക്കേണ്ട കാലമാണെന്ന് പറയുന്നു. അതുകൂടാതെ NSSുമായി കലഹിച്ചു പോകേണ്ട ഒരു സാഹചര്യമേ ഇനിയില്ല. മുൻപ് കൊമ്പ് കോർത്തിരുന്നു, ഇനി കൊമ്പ് കോർക്കാനില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. പെരുന്നയിലേക്ക് ക്ഷണിച്ചാൽ പോകുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഐക്യത്തിന്റെ പുതിയ ഒരു സാധ്യത രൂപപ്പെടുത്താനുള്ള സജീവ ശ്രമം ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നതാണ്. ബുധനാഴ്ച SNDP യോഗത്തിന്റെ നേതൃസമ്മേളനം ആലപ്പുഴയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഈ വിഷയങ്ങളും ഭാവി പരിപാടികളും ഒക്കെ ചർച്ച ചെയ്യും എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത് ഒരു രാഷ്ട്രീയ നിലപാടും പുതിയ സാമുദായിക ഐക്യ രൂപീകരണത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങളും അതിനുശേഷം ആരംഭിക്കും, വളരെ വേഗത്തിൽ അതിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഇനിയിപ്പോൾ UDF ഈ വിഷയത്തെ എങ്ങനെയാകും സമീപിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട്, അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പ്രതികരണത്തിലേക്ക് പോവുക UDFനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. പകരം മൗനം പാലിക്കുക എന്നൊരു സാധ്യതയിലേക്ക് വേണമെങ്കിൽ പോകാം. അതിനും അപ്പുറത്തേക്ക് എന്തായിരിക്കും UDF ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്നത് പ്രധാനമാണ്. കാരണം ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഒരു ഐക്യം വേണം എന്നൊരു നിലപാട് പറയുന്നു. അത് ഈ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ആണെങ്കിൽ പോലും NSSനെയും SNDPയെയും UDF തമ്മിൽ തല്ലിച്ചു എന്ന നിലയ്ക്കും, ഒപ്പം കോൺഗ്രസിനകത്തെ ചില നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിച്ചത് പ്രത്യേക കാരണം നിമിത്തമാണെന്നൊക്കെ പറയുക വഴിയും അവിടെ ഒരു പുതിയ സാധ്യത രൂപപ്പെടുത്താനുള്ള സജീവ നീക്കങ്ങൾ, പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ, പുതിയൊരു സാമുദായിക ഫോർമുലയുടെ ഒക്കെ ഒരു രൂപപ്പെടുത്തലിന് വേണ്ടിയുള്ള നീക്കമുണ്ട്. ഇതെങ്ങനെയാകും ഈ തെരഞ്ഞെടുപ്പിൽ തുടർന്ന് അങ്ങോട്ടേക്ക് ചർച്ചയാകാൻ പോകുന്നത്, പ്രതിഫലിക്കാൻ പോകുന്നതെന്ന് തുടങ്ങിയും അതിനെ രാഷ്ട്രീയ പാർട്ടികൾ ഏതെല്ലാം തരത്തിൽ സമീപിക്കാൻ പോകുന്നു എന്നതുവരെ നോക്കിയാൽ ഇതൊരു പ്രധാനപ്പെട്ട, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പലതരത്തിലുള്ള സാമുദായിക ധ്രുവീകരണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സാമുദായിക ഏകീകരണത്തെക്കുറിച്ചോ ഒക്കെയുള്ള ചർച്ചകൾ വോട്ട് കണക്കുകളെ ചൊല്ലി സജീവമായി തന്നെ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇങ്ങനൊരു നീക്കം സജീവമായി അതിന്റെ ഭാവി എന്താകും എന്നടക്കം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ അതിനുവേണ്ടിയുള്ള സജീവ ശ്രമങ്ങൾ ഉണ്ട് എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുമ്പോൾ സ്വാഭാവികമായും അത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രധാനപ്പെട്ട നീക്കമായി തന്നെ കാണണം. അതിന്റെ ഭാവിയിലേക്ക് വളരെ വേഗത്തിൽ ഗ്രൗണ്ടിലേക്ക് പ്രവർത്തനങ്ങളുമായി പോകുന്നു. ബുധനാഴ്ച SNDP യോഗത്തിന് നേതൃസമ്മേളനം കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പോകുന്നു എന്നതാണ്. അതിനെ തള്ളാതെ അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്ന മട്ടിൽ തന്നെയാണ് NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. G. സുകുമാരൻ നായർ കൂടി ഇതിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ, നേരത്തെയും കാലങ്ങൾക്ക് മുൻപ് നായാടി മുതൽ നമ്പൂതിരി വരെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഐക്യം എന്നൊക്കെ പറയുകയും അതിൽ ചില മുന്നോട്ട് പോക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ഇല്ലാതായി പോവുകയായിരുന്നു. സമാന രൂപത്തിലുള്ളൊരു നീക്കത്തിലേക്ക് പോകുമോ? അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏത് തരത്തിലാകും പ്രതിഫലിക്കാൻ പോകുന്ന, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും UDFനെ സംബന്ധിച്ചിടത്തോളം, UDF നേതാക്കളെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്തുള്ള ചില ആഭ്യന്തര സമവാക്യങ്ങളുടെ കൂടി ഭാഗമായും ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. കേവലം മുന്നണികൾക്കിടയിലെ അല്ലെങ്കിൽ സാമുദായിക വോട്ട് കണക്കുകളുടെ സാമുദായിക സമവാക്യം എന്നതിനപ്പുറത്തേക്കും വിവിധ പാർട്ടികൾക്ക് അകത്തുള്ള ആഭ്യന്തര സമവാക്യങ്ങളെ കൂടി സ്വാധീനിക്കാൻ പോകുന്ന ഒന്നാണ്, ആഭ്യന്തരമായ ബലാബലത്തെ കൂടി സ്വാധീനിക്കാൻ പോകുന്ന ഒന്നായിരിക്കും ഈ നീക്കങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനും അപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരമൊരു സജീവ നീക്കവും അതൊരു സമ്മർദ്ദ നീക്കം കൂടി ആയി കാണേണ്ടതുണ്ട്. കാരണം കടുപ്പിച്ചുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന അതൊരു പുതിയ സമ്മർദ്ദ നീക്കമായി രൂപം കൊള്ളുമോ, അതിന്റെ ഭാവിയും
ഫലവും എന്തൊക്കെയാണ് എന്നത് ഉറപ്പായും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒന്നാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചയുടെ കേന്ദ്രബിന്ദുവാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇക്കാര്യത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി പ്രതികരിച്ചിരിക്കുന്നത്. അതിന് മറ്റ് സംഘടനകളുടെ കൂടി നിലപാട് കൂടിയും കൂടുതൽ വ്യക്തതയോടുകൂടി ഇന്ന് വരുമെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. TV പ്രസാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷ വിമർശനം SNDP യോഗം ജനറൽ സെക്രട്ടറി ഉയർത്തിയതിന് പിന്നാലെ ഉണ്ടാകുന്ന ഈ ഒരു പുതിയ സാമുദായിക ഫോർമുല അത് UDF ക്യാമ്പിനെ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്. അങ്ങനെയെങ്കിൽ UDF ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഇതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് വെള്ളാപ്പള്ളി നടേശൻ മുമ്പ് പല തവണ KC വേണുഗോപാലിനെതിരെയും അതുപോലെ തന്നെ VD സതീശനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ UDF നേതൃത്വം ഇതിനെ ഒരു പുതിയ കാര്യമായി കാണുന്നില്ല. പക്ഷേ പുതിയ സാഹചര്യം എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ അവിടെ NSSന്റെ പങ്കാളിത്തം ഉണ്ടായത് അത് കോൺഗ്രസ് ക്യാമ്പിനെയും ഒപ്പം BJP ക്യാമ്പിനെ പോലും ഞെട്ടിച്ചിരുന്നു. അതൊരിക്കലും ആരും പ്രതീക്ഷിക്കാതിരുന്നതാണ് സർക്കാരിന് ഇങ്ങനെ ഒരു പിന്തുണ കൊടുക്കും എന്ന കാര്യത്തിൽ. ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാകെ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന ഇറക്കുന്നു. NSS ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളെയും യോജിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് SNDP പറയുന്നതിന് പിന്നാലെ സുകുമാരൻ നായരും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതാണ് കേരളം കണ്ടത്. ഇതാണ് UDF ക്യാമ്പിന് കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വങ്ങൾ പ്രധാനമായും നോക്കുകയും ചെയ്യുന്നത്. മുമ്പൊക്കെ NSS നേതൃത്വത്തിൻ്റെ വലിയ പിന്തുണ UDF നേതൃത്വത്തിന് ഉണ്ടാവാറുണ്ട്. അത്തരം പിന്തുണ ഇപ്പോഴും തുടരുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. അതിനിടയിലാണ് വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയുമായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് UDFനുണ്ടായിരിക്കുന്ന ഒരു തലവേദന. ഉറപ്പായും ഇത് NSSലെയും അതുപോലെ തന്നെ SNDPയിലെയും അവരോട് അടുപ്പമുള്ള UDFന്റെ മുതിർന്ന നേതാക്കൾ സംസാരിച്ച് തീർക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈ സമയം എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ് ഇത്. മാത്രവുമല്ല, ഒരു സാമുദായിക നേതാവിനെ വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ മറ്റൊരു സാമുദായിക നേതാവ് അതിന് പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്തെത്തുന്നു എന്നുള്ള ചിത്രമാണ്. പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം നമ്പർ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് വലിയ പ്രതികരണങ്ങൾ പല നാളുകളിലായി ഉണ്ടായിരുന്നത്. അതിനെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുകുമാരൻ നായർ രംഗത്തെത്തുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു എന്നുള്ള ഘട്ടത്തിൽ ഈ ഒരു പ്രശ്നം പറഞ്ഞു പരിഹരിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസമാണ് UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇനി നിർണായകമായ നീക്കങ്ങൾ ഏതൊക്കെ തരത്തിൽ വരും എന്നുള്ളതാണ് ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്.